യാതൊരു മനസാക്ഷിയുമില്ലാത്ത നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കൊച്ചുകുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന മനുഷ്യർ. കളിക്കുന്നതിനിടെ പന്ത് അയൽവീട്ടിലേക്ക് തെറിച്ചു വീണതിന് 5ാം ക്ലാസ്സുകാരന് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനമാണ്. തൃപ്പൂണിത്തുറയിലാണ് അയൽവാസി കുട്ടിയെ പൈപ്പ് കൊണ്ട് മർദ്ദിച്ചത്. ആക്രമണത്തിൽ പൂണിത്തുറ സ്വദേശിയായ നവീനിന്റെ ഇടതുകാലിന്റെ എല്ല് പൊട്ടി. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം ഉണ്ടായത്. പൂണിത്തുറ സ്വദേശിയായ 10 വയസ്സുകാരൻ നവീൻ സുഹൃത്തുക്കൾക്കുമൊപ്പം വീടിന് സമീപത്തെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫുട്ബോൾ അടുത്തുള്ള സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് വീഴുന്നത്. നവീൻ മതില് ചാടി ബാലന്റെ വീട്ടിൽ നിന്നും ഫുട്ബോൾ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് പൈപ്പുമായി വന്ന് ബാലൻ നവീനെ കാലില് മാരകമായി മർദ്ദിക്കുകയും മുതുകിലും മർദ്ദനമേൽക്കുകയും ചെയ്തു. ഈ സമയം കുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി വീട്ടുകാരോട് സംഭവം അറിയിച്ചു. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് ചെന്നപ്പോഴാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ കുട്ടിയുടെ കാലിന് സാരമായ പരിക്കുണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ എക്സ്റേയിലാണ് ഇടത് കാലിലെ എല്ലിൽ 2 ഇടത്തായി പൊട്ടലുണ്ടെന്ന് അറിയുകയും ചെയ്തു. എന്തായാലും നവീനെ ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. എപ്പോഴും കളിക്കുന്ന പോലെ ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അടിച്ച് പന്ത് അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ മതിലാടി പന്തെടുത്ത് എന്നിട്ട് ഇപ്പുറത്തോട്ടിട്ട് അപ്പോഴത്തേക്കും അവിടെ ഒരു കുറ്റി പോലൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ ചവിട്ടി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പുറത്തോട്ട് ഞാൻ മതിലിൻ്റെ പക്കത്ത് ഒരു കാര്യം ഇരിക്കുകയായിരുന്നു. ചാടാൻ നേരത്ത് ആ ഒരു വലിയ വടി വെച്ച് ആ വീട്ടിലാ ചേട്ടൻ എൻ്റെ കാലിയിട്ടടിച്ച്. അപ്പോഴത്തേക്കും ഞാൻ നെഞ്ചു അടിച്ച് നിലത്തോട്ട് വീണ്. പുള്ളി എന്നെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, നവീൻ ഇങ്ങനെ ബോൾ കടിച്ചിരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വന്നു ഞാൻ കാലിൽ തല്ലി ഓടിക്കുന്നു പുള്ളി പറഞ്ഞു. ഈ പറഞ്ഞ ബാലൻ എന്ന് പറഞ്ഞ പുള്ളി വ്യക്തി. അതിപ്പോൾ ഞാൻ ഇന്നലെ ഓട്ടം പോയി കഴിഞ്ഞു. വൈകുന്നേരം വൈഫ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് കൊച്ചിന് വയ്യ കരയണയാണ്. ചെന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ കാലിൽ അത് തല്ലി ഓടിച്ചിട്ട് ദിവസം കൂടെ കിടക്കുമായിരുന്നു. നടക്കാൻ പറ്റില്ല. ഞാൻ കയ്യിലെടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി, സർക്കാർ ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ 5:30 സംഭവം ഉണ്ടായതെങ്കിലും അതിനുശേഷം ഉടൻ തന്നെ 7 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾ പരാതിയുമായി മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളൊരു പരാതി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാനും ശ്രമമുണ്ടായി എന്നുകൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണ വിധേയനായ ബാലൻ മുൻപൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിന്റെ ഒരു പ്രിവിലേജ് അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അയാൾക്കൊപ്പം നിൽക്കുന്നത് എന്നൊരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇന്നലെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇന്നെന്തായാലും 10 മണിയോടുകൂടിയാണ് മരട് പോലീസ് ഈ കുട്ടിയുടെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്തത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷന് ഇന്നലെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസ് എന്തുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവമായിട്ടും ഇന്നുവരെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ തയ്യാറാകാഞ്ഞതോ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനെ വിളിച്ചു വരുത്താത്തതോ എന്തുകൊണ്ടാണെന്നുള്ളൊരു അന്വേഷണം എന്നൊരു റിപ്പോർട്ട് കൂടി ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.